റോമിലെ ജമല്ലി ആശുപത്രിയിൽ നിന്നും വരുന്ന വാർത്തകൾ ആശങ്കാജനകം. മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നലെ വീണ്ടും ഗുരുതരമായി. ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഐസോലേറ്റഡ് ബ്രോങ്കോസ്പാസം അനുഭവപ്പെട്ടു. നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആരംഭിച്ചതായി മെഡിക്കൽ സംഘം അറിയിക്കുന്നു. ശ്വാസതടസ്സത്തോടു കൂടിയ ഛർദി ഉണ്ടായതിനെ തുടർന്ന് ശ്വാസകോശത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് വഷളായി. ഉടൻ തന്നെ മാർപ്പാപ്പയ്ക്ക് ബ്രോങ്കോ ആസ്പിരേഷൻ നടത്തുകയും നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ മാർപ്പാപ്പ ചികിത്സകളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാനാണെന്നും ചികിത്സയോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ മെഡിക്കൽ സംഘം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 48 മണിക്കൂർ നിർണായകമായതിനാൽ പ്രവചനങ്ങൾ അസാധ്യമായി തുടരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവഹിതം ഏതായാലും നടക്കട്ടെ എന്ന്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി എന്നൊരു വ്യാജ വീഡിയോ മിസ്റ്റർ അൾട്ടിമേറ്റ് TV എന്നൊരു ഫേസ്ബുക്ക് പേജ് ഇതിനകം പ്രചരിപ്പിച്ചിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിച്ച ആ വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഏറെക്കാലം മുമ്പ് ഒരു ഓഡിയൻസിനായി മാർപ്പാപ്പ നടന്നു വരുന്ന വീഡിയോ ആണ് തെറ്റിദ്ധാരണാജനകമായ തലക്കെട്ടോടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി അത് ഡിലീറ്റ് ചെയ്യുക. വ്യാജ വാർത്തകൾ ഒരിക്കലും പ്രചരിപ്പിക്കാതിരിക്കുക.